ഇയാളൊരു ഒറ്റപ്പെട്ട ഐലൻഡിൽ വന്ന് കുടുങ്ങിപ്പോവാണ്. ഈ ഐലൻഡിലാണെങ്കിൽ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവനെ കാണുമ്പോൾ ഈ പെണ്ണുങ്ങളൊക്കെ ഇവന്റെ പിന്നാലെ ഓടി വരും. ഇവൻ എന്നിട്ട് ഇവരുടെ അടുത്ത് നിന്ന് ജീവനും കൊണ്ട് ഓടാണ്. ഈ പെണ്ണുങ്ങൾ രണ്ടു വശത്തു നിന്നും വന്ന് ഇവനെ ചുറ്റും വളയും. വേറെ വഴിയില്ലാണ്ട് ഇവൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടാണ്. പക്ഷെ ഈ പെണ്ണുങ്ങൾ അവന്റെ കൂടെ തന്നെ വെള്ളത്തിലേക്ക് ചാടിയിട്ട് ഇവന്റെ അടുത്തേക്ക് നീന്തി വരാൻ തുടങ്ങും. പേടിച്ചിട്ട് ഇവൻ നീന്തൽ മറന്നുപോയിട്ട് ഒരു ഞണ്ടിനെ പോലെ എഴിഞ്ഞ് അപ്പുറത്തെ കരയിലേക്ക് കയറാണ്. നോക്കുമ്പോൾ ആ സൈഡിൽ നിന്നും പെണ്ണുങ്ങൾ ഇവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഇവൻ വീണ്ടും തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ ചാടും. ഈ പെൺപിള്ളേരും കൂടെ ചാടുകയും ചെയ്യും. എന്നിട്ട് ഇവനെ വളഞ്ഞിട്ട് ഇവനോട് ആ 17 പെൺപിള്ളേരെയും കല്യാണം കഴിക്കാൻ പറയും. ഇവൻ സമ്മതിക്കാത്തതുകൊണ്ട് ഇവനെ വെള്ളത്തിൽ പിടിച്ച് മുക്കാണ്. വേറെ വഴിയില്ലാണ്ട് ഇവൻ അതിന് സമ്മതിക്കും. ഈ 17 ഭാര്യമാരെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ അവരെ സോൾജേഴ്സിനെ പോലെ ട്രെയിൻ ചെയ്യാനൊക്കെ തുടങ്ങും. പക്ഷേ ഈ പെൺപിള്ളേർ ഇതിനൊരു ഗെയിം ആയിട്ടാണ് കാണുന്നത്. ഇവരെന്നും ഇവന് ഫ്രൂട്ട്സും ഫ്ലവേഴ്സൊക്കെ കൊടുത്ത് ഇവൻ അപ്രോച്ച് ചെയ്യാൻ നോക്കും. ഈ പെണ്ണുങ്ങൾ എന്നും കാലത്ത് അവനെ കറങ്ങാൻ കൊണ്ടുപോകും. എന്നിട്ട് രാത്രി ഇവനെ ശല്യം ചെയ്യും. ഇത് സഹിക്കാണ്ട് ഇവനൊരു സ്റ്റാച്യൂവിന്റെ ഉള്ളിൽ കയറി ഒളിച്ചിരുന്നിട്ട് ഇവനൊരു ബ്രേക്ക് വേണമെന്ന് പറയും ഇവരോട്. ഇത് കേട്ടിട്ട് അതിലൊരു പെണ്ണ്, നീ ഇവിടുത്തെ ചീഫിനെ ഫൈറ്റ് ചെയ്ത് തോപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നിന്നെ വെറുതെ വിടുമെന്ന് പറയും. സത്യത്തിൽ ഈ ഐലൻഡിലുള്ള പെണ്ണുങ്ങൾക്കൊന്നും സ്വാതന്ത്ര്യം ഉണ്ടാവൂല. ഇവരപ്പുറത്തെ ഐലൻഡിലെ ചീഫ് കല്യാണം കഴിക്കാൻ എപ്പോഴും ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും.